Hi friends, welcome to Competitive Exam Express. അപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സിലബസുകളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പ്രിലിംസ് നമ്മുടെ ഇത്രയും നാൾ എങ്ങനെയാണോ പ്രിലിംസ് നടന്നത് അതേ പ്രിലിംസ് ഡിഗ്രി ലെവൽ പ്രിലിംസ് തന്നെയാണ്, അതേ സബ്ജക്റ്റ് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളതും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പലർക്കും എന്താണ് വ്യക്തത ഉണ്ടാവും എന്താണെന്നുള്ളത്. വ്യക്തത ഇല്ലാത്തത് പേപ്പർ 1 പേപ്പർ 2 അതും എന്താണ് നമുക്ക് ഒരു ഡീറ്റെയിൽഡ് സിലബസ് ആയിട്ട് തന്നെ PSC പുറത്തേക്ക് തന്നിട്ടുണ്ട്. ദ ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് സെക്രട്ടേറിയറ്റ് ഓർ കേരള PSC അസിസ്റ്റന്റ് മെയിൻ എക്സാമിനേഷൻ പേപ്പർ 1 100 മാർക്കിന്റെ പേപ്പർ 1 ഏതൊക്കെയാണ് എന്നതാണ്. അതായത് പേപ്പർ 1 പേപ്പർ 2 എന്നിങ്ങനെ 2 പേപ്പറുകളാണ് നമുക്ക് ഉള്ളത്. ആ 2 പേപ്പറിലും ഓരോ പേപ്പറിലും 100 മാർക്ക്, 20 മാർക്ക് ഇന്റർവ്യൂവിനും. അങ്ങനെ 220 മാർക്കിനാണ് നമ്മുടെ ആ ഒരു മാർക്ക് നിശ്ചയിക്കുക. അതായത് റാങ്ക് ലിസ്റ്റിലെ മാർക്ക് നിശ്ചയിക്കുന്നത് 220 മാർക്കിന് അടിസ്ഥാനമായാണ്. ആ 220 മാർക്കിൽ ഏറ്റവും മികച്ച മാർക്ക് ആര് നേടുന്നു അവര് ഏറ്റവും ആദ്യത്തെ റാങ്കുകളിലെത്തും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 500 റാങ്കിനുള്ളിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള ലിസ്റ്റുകളിൽ നിങ്ങൾക്ക് നിയമന സാധ്യത തുച്ഛമാണ് എന്നാണ് പറയാനുള്ളത്. അതായത് സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ നമ്മൾ പറയുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡ് സിലബസും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്സും ഒന്ന് നോക്കാം. നമുക്ക് സിലബസ് കൃത്യമായി സിലബസ് അറിഞ്ഞു പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യും നമുക്ക് ഈ ഒരു കാര്യങ്ങൾ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. നോക്കാം, 100 മാർക്കിന്റെ സിലബസിൽ ഹിസ്റ്ററിക്ക് 7 മാർക്കാണ്. അതായത് 100 മാർക്കിന്റെ സിലബസിൽ ഹിസ്റ്ററിക്ക് 7 മാർക്കാണ്, ജോഗ്രഫിക്കും 7 മാർക്ക്, എക്കണോമിക്സിന് 7 മാർക്ക്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് 7 മാർക്ക്, ഫിസിക്സിന് 7 മാർക്ക്, കെമിസ്ട്രിക്ക് 7 മാർക്കും. ഇത് നമ്മുടെ പ്രിലിംസിൽ ഈ സംഭവം ഉണ്ടായിരുന്നില്ല, ഇവിടെ അത് ഫിസിക്സും കെമിസ്ട്രിയും കൊണ്ടുവന്നു, 7 മാർക്കായി. ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ അതിന് മാത്രം 8 മാർക്ക്, സ്പോർട്സ് വേറെ തന്നെ കൊണ്ടുവന്നു, അവിടെ 3 മാർക്ക് സ്പോർട്സിന്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നതിൽ 6 മാർക്കാണ്, കമ്പ്യൂട്ടറിന് 6 മാർക്ക്. ഇനി നിങ്ങൾ നോക്കുക, സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്, നമ്മുടെ ഇത്രയും നാളുള്ള മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി അതിന് 15 മാർക്ക്, ഇംഗ്ലീഷ് 13 മാർക്ക്, മലയാളം 13 മാർക്ക്, അങ്ങനെ ആകെ 100 മാർക്ക്. ഇതാണ് ഈ ഒരു സിലബസ്, പേപ്പർ 1ന്റെ സിലബസ്. ഇതിലെന്തില്ല, ഇതില് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതെന്താണ്, വലിയൊരു സാധനം അപ്പുറം 2ാമത്തെ പേപ്പറിൽ വരും, കണ്ടോ. അത് നമുക്ക് ആ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. നമുക്കിനി ഈ ഓരോന്നിനും ഒന്ന് വിശദമായി നോക്കാം. ഇതൊക്കെ നമ്മൾ വളരെ സിമ്പിളായി നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഹിസ്റ്ററി 7 മാർക്കാണ് ഹിസ്റ്ററിയിൽ. കേരള, ഇന്ത്യ, വേൾഡ് എന്ന് തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ കേരളയിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ്, നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള, ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി, യുണൈറ്റഡ് കേരള മൂവ്മെന്റ്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. ഇത്രയാണ് കേരളയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. നോക്കാം, 2021 മുതൽ 24 വരെയുള്ള നമ്മുടെ ആ ഒരു ചോദ്യപേപ്പർ വിശകലനം ചെയ്ത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അറൈവൽ ഓഫ് യൂറോപ്യൻസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് 4 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീ ചിത്തിര തിരുനാൾ 6 ചോദ്യങ്ങൾ. സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ് 13 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള 4 ചോദ്യം, ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി 2 ചോദ്യം, യുണൈറ്റഡ് കേരള മൂവ്മെന്റ് 2 ചോദ്യം, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956 1 ചോദ്യം. ഇങ്ങനെയാണ് കേരളവുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റിനാണ് കേരളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രാധാന്യം. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഈ 21 മുതൽ 24 വരെ ചോദിച്ചത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. 13 ചോദ്യങ്ങൾ വന്നു. പിന്നെ തിരുവിതാംകൂർ ഭരണകൂടവുമായി ബന്ധപ്പെട്ട 6 ചോദ്യങ്ങൾ, യൂറോപ്യന്മാരുമായി ബന്ധപ്പെട്ട് 4, ഐക്യ കേരള അതായത് കേരള മൂവ്മെന്റിൽ നമ്മുടെ നാഷണൽ പ്രസ്ഥാനമൊക്കെ നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള അതുമായി ബന്ധപ്പെട്ട് 4 ചോദ്യങ്ങൾ. ഇങ്ങനെയൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് അവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് കടന്നാൽ ഇവിടെ നമുക്ക് പൊളിറ്റിക്കൽ ഹിസ്റ്ററി, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INC, സ്വദേശി മൂവ്മെന്റ്, സോഷ്യൽ റിഫോം മൂവ്മെന്റ്, ന്യൂസ് പേപ്പേഴ്സ്, ലിറ്ററേച്ചർ ആൻഡ് ആർട്സ് ഡ്യൂറിംഗ് ദ ഫ്രീഡം സ്ട്രഗിൾ, ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആൻഡ് മഹാത്മാഗാന്ധി, ഇന്ത്യാസ് ഇൻഡിപെൻഡന്റ്, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡ്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഡെവലപ്മെന്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി, ഫോറിൻ പോളിസി.
ഇതാണ് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. നിങ്ങൾ നോക്കുക, ഇവിടെ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിരിക്കുന്നത് ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആൻഡ് മഹാത്മാഗാന്ധി എന്നാണ്. കൂടാതെ മെഡീവൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 10ഓളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, മെഡീവൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 10ഓളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആൻഡ് മൂവ്മെന്റ് 7 ചോദ്യങ്ങൾ. പിന്നെ വന്നിരിക്കുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് പീരീഡ് ആണ്, അതിൽ 5 ചോദ്യങ്ങൾ. പിന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി ബ്രിട്ടീഷ് 5 ചോദ്യങ്ങൾ. ഫോർമേഷൻ ഓഫ് INC 2, പൊളിറ്റിക്കൽ ഹിസ്റ്ററി 2, സോഷ്യൽ റിഫോം മൂവ്മെന്റ് 2 എന്നിങ്ങനെ മറ്റ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഇത്ര ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അതിൽ പ്രാധാന്യം കൊടുത്തു വേണം നമ്മൾ പഠിച്ചു പോവാൻ. ഇനി വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വന്നാൽ വേൾഡിൽ നോക്കാം. ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അതുപോലെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, UN ആൻഡ് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. ഇവിടെ നിങ്ങൾ നോക്കുക, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഫ്രഞ്ച് റെവല്യൂഷനുമായി ബന്ധപ്പെട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. 6ഓളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ UNO ആൻഡ് അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷനും 5 ചോദ്യങ്ങൾ. പിന്നെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 4 ചോദ്യങ്ങൾ. പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ 5 ചോദ്യങ്ങൾ. റഷ്യൻ റെവല്യൂഷൻ 3, ഗ്രേറ്റ് റെവല്യൂഷൻ ഇംഗ്ലണ്ട് 2, ചൈനീസ് റെവല്യൂഷൻ 1 എന്നിങ്ങനെയാണ് വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ജോഗ്രഫിയിലേക്ക് വന്നാൽ 7 മാർക്കിനാണ് ജോഗ്രഫി. അതിൽ വേൾഡ്, ഇന്ത്യ, അതുപോലെ തന്നെ നമുക്ക് കേരള എന്നിങ്ങനെയാണുള്ളത്. 3 ഭാഗമായിട്ടാണ്. അതിൽ ജോഗ്രഫി വേൾഡിലേക്ക് നോക്കിയാൽ ബേസിക്സ് ഓഫ് ജോഗ്രഫി, എർത്ത് സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ, റോക്സ്, ലാൻഡ് ഫോംസ്, പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻസ്, ടെമ്പറേച്ചർ ആൻഡ് സീസൺസ്, ഗ്ലോബൽ ഇഷ്യൂസ്, ഗ്ലോബൽ വാർമിംഗ്, വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻ, മാപ്സ്, ടോപ്പോഗ്രാഫിക് മാപ്സ് ആൻഡ് സയൻസ്, റിമോട്ട് സെൻസിംഗ്, ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം, ഓഷ്യൻ ആൻഡ് ഇറ്റ്സ് വേരിയസ് മൂവ്മെന്റ്സ്, കോണ്ടിനെന്റ്സ്, നാഷണൽസ് ആൻഡ് ദെയർ സ്പെസിഫിക് ഫീച്ചേഴ്സ്. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ കടന്നു വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻസുമായിട്ട് ബന്ധപ്പെട്ട് 6 ചോദ്യങ്ങൾ, ഈ ഗ്ലോബൽ ഇഷ്യൂസ് ആൻഡ് ഗ്ലോബൽ വാർമിംഗുമായി ബന്ധപ്പെട്ട് 6 ചോദ്യങ്ങൾ, പിന്നെ അറ്റ്മോസ്ഫിയറുമായി ബന്ധപ്പെട്ട് 4 ചോദ്യം, റോക്സ് 5 ചോദ്യം, ലാൻഡ് ഫോംസ് 5 ചോദ്യം, മാപ്സ് ആൻഡ് ടോപ്പോഗ്രാഫിക് മാപ്സ് ആൻഡ് സയൻസ് 4 ചോദ്യം, എർത്ത് സ്ട്രക്ചർ 1 ചോദ്യം എന്നിങ്ങനെ, ടെമ്പറേച്ചർ ആൻഡ് സീസൺസ് 2 ചോദ്യം. ഇങ്ങനെയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് കടന്നു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് 1 ചോദ്യം വന്നിട്ടുണ്ട്. ഇതാണ് ഇത്ര വരെ വന്നിരിക്കുന്ന ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ഇന്ത്യയിലേക്ക് വന്നാലോ, ഫിസിയോഗ്രഫി ഉണ്ട്, സ്റ്റേറ്റ്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ഉണ്ട്, നോർത്തേൺ മൗണ്ടൈൻ റീജിയൻ, റിവേഴ്സ്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ, പെനിൻസുലാർ പ്ലാറ്റ്യൂ, കോസ്റ്റൽ പ്ലെയിൻ, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, അഗ്രികൾച്ചർ, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേസ്, എയർ. അപ്പൊ ഈ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും നാച്ചുറൽ വെജിറ്റേഷനുമായി ബന്ധപ്പെട്ടാണ്. 4 ചോദ്യങ്ങൾ നാച്ചുറൽ വെജിറ്റേഷനുമായി ബന്ധപ്പെട്ട് വന്നു. പിന്നെ വന്നിരിക്കുന്നത് സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ആണ് 3 ചോദ്യങ്ങൾ. പിന്നെ നോക്കാം, ഫിസിയോഗ്രഫി 2, മൗണ്ടൈൻ റീജിയൻ, നോർത്തേൺ മൗണ്ടൈൻ റീജിയൻ 2, റിവേഴ്സ് 2, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ് 2, ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ 2, കോസ്റ്റൽ പ്ലെയിൻ 1 എന്നിങ്ങനെ, ക്ലൈമറ്റ് 1 എന്നിങ്ങനെയാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട്, ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്നത്. കേരള ജോഗ്രഫിയിലേക്ക് വന്നാലോ, ഫിസിയോഗ്രഫി ഉണ്ട്, ഡിസ്ട്രിക്ട് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ഉണ്ട്, റിവേഴ്സ് ഉണ്ട്, ക്ലൈമറ്റ്, നാച്ചുറൽ വെജിറ്റേഷൻ, വൈൽഡ് ലൈഫ്, അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് സെന്റേഴ്സ്, മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ്, എനർജി സോഴ്സസ്, ട്രാൻസ്പോർട്ട് സിസ്റ്റം, റോഡ്, വാട്ടർ, റെയിൽവേ, എയർ. ഇതിൽ റിവേഴ്സുമായി ബന്ധപ്പെട്ട് 3 ചോദ്യങ്ങളാണ് കേരളത്തിൽ ഇതുവരെ വന്നിരിക്കുന്നത്. അതുപോലെ ട്രാൻസ്പോർട്ട് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് 2 ചോദ്യം. ഇത് മാത്രമാണ് ഇതുവരെ വന്നിരിക്കുന്നത്, ബാക്കിയൊന്നും ഇതുവരെ വന്നു കണ്ടിട്ടില്ല. ഇനി എക്കണോമിക്സിലേക്ക് വന്നാൽ 7 മാർക്കിന്റെ എക്കണോമിക്സ് ആണ്. നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ടാണ് ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. നോക്കാം, പക്ഷെ അതിൽ നമുക്ക് നോക്കാം. എക്കണോമി, 5 ഇയർ പ്ലാൻസ്, ന്യൂ എക്കണോമിക് റിഫോംസ്, പ്ലാനിംഗ് കമ്മീഷൻ ആൻഡ് നീതി ആയോഗ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അഗ്രികൾച്ചർ, മേജർ ക്രോപ്സ്, ഗ്രീൻ റെവല്യൂഷൻ, മിനറൽസ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ് ഇൻ ഇന്ത്യ, GST ഇൻ ഇന്ത്യ, റേഷണൽ ആൻഡ് സ്ട്രക്ചർ ഓഫ് GST, ബെനിഫിറ്റ്സ് ഓഫ് GST എന്നിവയിടങ്ങളിലാണ് നമുക്ക് നോക്കുന്നത്. ഇതിൽ പ്ലാനിംഗ് കമ്മീഷനുമായി ബന്ധപ്പെട്ടും നീതി ആയോഗും 5 മാർക്കോളം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 5 ഇയർ പ്ലാൻ വളരെ ഇമ്പോർട്ടൻറ്റ്. 5 മാർക്കോളം 5 ഇയർ പ്ലാനിന് ചോദിച്ചിട്ടുണ്ട്. പ്ലാനിംഗ് അല്ല, ഇത് 5 ഇയർ പ്ലാനിലാണ് ചോദിച്ചിരിക്കുന്നത്. നാഷണൽ ഇൻകവുമായി ബന്ധപ്പെട്ട് തന്നെ നല്ല രീതിയിൽ ചോദ്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. GSTയുമായി ഒക്കെ ബന്ധപ്പെട്ട് ഇനി വരും, നോക്കാം. ഇനി അടുത്തത് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ആണ്. 7 മാർക്കാണ്. ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി, vitamins and minerals and their deficiency diseases, communicable disease and causative organisms, preventive and remedial measures, Kerala welfare activities in health sector, lifestyle diseases, basic health fact, environment and environmental hazards. നമ്മുടെ സാധാരണ 10th പ്രിലിംസിലൊക്കെയുള്ള പോലത്തെ ആ സിലബസ് അല്ലേ, അത് തന്നെയാണ് ഇവിടെയും.
ഫിസിക്സിന് 7 മാർക്കാണ്. അതിൽ ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ് മാറ്റർ, യൂണിറ്റ്സ്, മെഷർമെന്റ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. 2 മോഷൻ, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ, തേർഡ് ലോ, മൊമെന്റം, പ്രൊജക്ടൈൽ മോഷൻ, യൂസ് ഓഫ് തേർഡ് ലോ, അച്ചീവ്മെന്റ്സ് ഇൻ സ്പേസ് മിഷൻസ് ഇൻ ഇന്ത്യ ISRO. പിന്നെ ലൈറ്റ്, ലെൻസ്, മിറേഴ്സ്, പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ R=2F, ഡിഫറെന്റ് ഫിനോമിന ഓഫ് ലൈറ്റ്, റെയിൻബോ, കളേഴ്സ് ഓഫ് ഡിഫറെന്റ് മെറ്റീരിയൽസ്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, IR റേസ്, UV റേസ്, എക്സ് റേസ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. പിന്നെ സൗണ്ടുമായി ബന്ധപ്പെട്ടുണ്ട്. പിന്നെ ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ, ഹീറ്റ്. ഇങ്ങനെ 7 ഭാഗത്തു നിന്ന് നമുക്ക് 8 ഭാഗത്ത് നിന്ന് വർക്കുമായി ബന്ധപ്പെട്ടും ഫിസിക്സിൽ വരുന്നുണ്ട്. ഇനി കെമിസ്ട്രിയിലും 7 മാർക്കാണ്. അതിൽ ആറ്റം, മോളിക്യൂൾ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, അല്ലോട്രോപ്പി, ഗ്യാസ് ലോ, അക്വാ റീജിയൻ. 2 എലമെന്റ്സ്, പീരിയോഡിക് ടേബിൾ അടക്കമുള്ള കാര്യങ്ങൾ. പിന്നെ മെറ്റൽസുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇങ്ങനെയാണ് കെമിസ്ട്രിയിൽ വരുന്നത്. ഇനി 7 മാർക്ക്, 7ാമത്തത് ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ മാത്രമാണ്. അത് 8 മാർക്കിന്റെ വരുന്നുണ്ട്. മുൻകാലങ്ങളിൽ ആർട്സിന് മാത്രമാണ് പ്രാധാന്യം കൂടുതലുണ്ടായത്. 10 മാർക്കോളം വന്നിട്ടുണ്ട്. ഇത്തവണ നമുക്ക് നോക്കാം. ആർട്സിൽ ഇമ്പോർട്ടന്റ് ഓഡിയോ വിഷ്വൽ ആർട്ട് ഫോംസ് ഓഫ് കേരള, ഫേമസ് പ്ലേസസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പേഴ്സണാലിറ്റീസ്, ആർട്ടിസ്റ്റ്സ് ആൻഡ് റൈറ്റേഴ്സ് റിലേറ്റഡ് ടു ഒറിജിൻ, ഡെവലപ്മെന്റ്, എക്സ്റ്റൻഷൻ ആൻഡ് പ്രാക്ടീസ് ഓഫ് ദീസ് ആർട്ട് ഫോംസ്. പിന്നെ ലിറ്ററേച്ചറിലാണെങ്കിൽ മലയാളം ലിറ്ററേച്ചർ നോക്കാം. മലയാളം ഇമ്പോർട്ടന്റ് ലിറ്റററി മൂവ്മെന്റ്സ്, ഐക്കൺസ് ആൻഡ് ദെയർ ഫസ്റ്റ് വർക്ക്സ്, മെയിൻ വർക്ക്സ് ഓഫ് ലിറ്ററേച്ചർ റിലേറ്റഡ് ടു ഈച്ച് മൂവ്മെന്റ് ആൻഡ് ദെയർ ഓതേഴ്സ്. 3 റൈറ്റേഴ്സ്, പെൻ നെയിം ആൻഡ് നിക് നെയിം. 4 ഫേമസ് വർക്ക്സ് ആൻഡ് ക്യാരക്ടേഴ്സ്. 5 ഫേമസ് കോട്ട്സ്, ബുക്സ് ആൻഡ് ഓതേഴ്സ്. 6 ബിഗിനിങ് ഓഫ് ജേർണലിസം ഇൻ കേരള. പിന്നെ ഫേമസ് അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ്. പിന്നെ മലയാളം റൈറ്റേഴ്സ് ജ്ഞാനപീഠ അവാർഡ്, അതായത് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച ആളുകൾ. മലയാളം സിനിമ, അതുമായി ബന്ധപ്പെട്ട് ലിറ്ററേച്ചറിൽ വരുന്നത്. കൾച്ചറിൽ നോക്കുന്നത് എന്താണ്? കേരള ഇമ്പോർട്ടൻറ്റ് സെലിബ്രേഷൻസ്, പ്ലേസ് അസോസിയേറ്റഡ് വിത്ത് സച്ച് സെലിബ്രേഷൻസ്, ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽസ്. പിന്നെ കേരള കൾച്ചറൽ സെന്റേഴ്സ്, വർഷിപ്പ് പ്ലേസസ്, കൾച്ചർ ലീഡേഴ്സ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻ. പിന്നെ വരുന്നത് സ്പോർട്സ് ആണ്. സ്പോർട്സിൽ 3 മാർക്കുണ്ട്. അതായത് ഫേമസ് സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ഓഫ് കേരള, ഇന്ത്യ ആൻഡ് വേൾഡ്, ദെയർ സ്പോർട്സ് ഈവൻറ്റ്സ്, അച്ചീവ്മെന്റ്സ് ആൻഡ് അവാർഡ്സ്, ഇമ്പോർട്ടൻറ്റ് അവാർഡ്സ്, ഫേമസ് ട്രോഫീസ്, നമ്പർ ഓഫ് പ്ലേയേഴ്സ് ആൻഡ് സ്പോർട്ട് ഐറ്റംസ്, ഇമ്പോർട്ടൻറ്റ് ടേംസ് അസോസിയേറ്റഡ് വിത്ത് സ്പോർട്സ് ആൻഡ് ഗെയിംസ്, ഒളിമ്പിക്സ്. പിന്നെ ഏഷ്യൻ ഗെയിംസ് ഉണ്ട്, അതുപോലെ നാഷണൽ ഗെയിംസ് ഉണ്ട്. ഗെയിംസ്, നാഷണൽ സ്പോർട്സ്, അങ്ങനത്തെ കാര്യങ്ങളാണ് സ്പോർട്സിൽ വരുന്നത്. പിന്നെ ബേസിക് ഓഫ് കമ്പ്യൂട്ടറിന് 6 മാർക്കാണ്. അതിൽ ഹാർഡ്വെയർ, ഇൻപുട്ട്, ഔട്ട്പുട്ട്, മെമ്മറി ഡിവൈസസ്. പിന്നെ സോഫ്റ്റ്വെയറിലാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്, അതുപോലെ ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്, ഇത്ര. അതുപോലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ വരുന്നത് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് ആണ്. ലാൻ, വാൻ, മാൻ, നെറ്റ്വർക്ക് ഡിവൈസസും. പിന്നെ ഇന്റർനെറ്റ്. ഇത്രയും കാര്യങ്ങളാണ് കമ്പ്യൂട്ടർ. പിന്നെ സിമ്പിൾ അരിത്തമെറ്റിക്, മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് 15 മാർക്കിന്റെ. അതിൽ സിമ്പിൾ അരിത്തമെറ്റിക് എന്ന് പറയുന്നത് നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻ, ഡെസിമൽ നമ്പേഴ്സ്, പെർസെന്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്. പിന്നെ ആവറേജ്, ലോസ് ഓഫ് എക്സ്പോണൻസ്, മെൻസുറേഷൻ, പ്രോഗ്രഷൻ, ഇത്രയാണ് വരുന്നത്. മെന്റൽ എബിലിറ്റിയിലാണെങ്കിലോ സീരീസ്, പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സയൻസ്, വെരിഫൈയിങ് പൊസിഷൻസ്, അനലോഗി, ഓഡ് മാൻ ഔട്ട്, ന്യൂമറിക്കൽ എബിലിറ്റി, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ഫാമിലി റിലേഷൻസ്, സെൻസ് ഓഫ് ഡയറക്ഷൻ, ടൈം ആംഗിൾസ്, ടൈം ആൻഡ് ക്ലോക്കിംഗ് റിഫ്ലക്ഷൻ, ഡേറ്റ് ആൻഡ് കലണ്ടർ, ക്ലറിക്കൽ എബിലിറ്റി. സാധാരണ നമ്മുടെ 10th പ്രിലിംസ്, മെയിൻസ് ഒക്കെ നമ്മുടെ ക്ലർക്കിന്റെ ഒക്കെ എക്സാമിൻസിനുള്ള പോലത്തെയാണ്. അടുത്ത ഇംഗ്ലീഷ് നോക്കാം. ഇംഗ്ലീഷ് ഗ്രാമർ ആണ്. ആകെ 13 മാർക്കാണ്. ഇംഗ്ലീഷ് ഗ്രാമർ നമ്മുടെ types of sentence and interchange of sentences, different words of speech, agreement of subject and verb, articles, primary and modal auxiliary, question tag, infinitive and gerund, tenses and conditional clause, prepositions, use of correlatives. പിന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, കറക്ഷൻ ഓഫ് സെന്റൻസസ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ. പിന്നെ വൊക്കാബുലറി ആണ്. സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ച്, എൻ്റർ, കളക്റ്റീവ് നൗൺസ്, വേർഡ് ഫോർമേഷൻ ഓഫ് അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് ഫിക്സ്, കോമ്പൗണ്ട് വേർഡ്സ്, സിനോണിംസ്, അന്റോണിംസ്, ഫ്രേസൽ വെർബ്സ്, ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, കൺഫ്യൂസ്ഡ് വേർഡ്, സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇഡിയം ആൻഡ് ദെയർ മീനിങ്, എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രിവിയേഷൻസ് ആണ് ഇംഗ്ലീഷിൽ. ഇനി മലയാളത്തിലേക്കൊക്കെ 13 മാർക്കാണ് മലയാളത്തിനുള്ളത്. മലയാളത്തിൽ എന്താണ്? പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, അതുപോലെ പിരിച്ചെഴുതൽ, ഘടക പദം, വാക്യം ചേർത്തെഴുതുക. ഇവിടെ നിങ്ങൾ നോക്കുക, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, IT അല്ലെങ്കിൽ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ എടുത്തോ. ഇതെല്ലാം എന്താണ്? പ്രിലിംസിന്റെ സെയിം സിലബസ് ആണ്. പ്രിലിംസിന്റെ
സെയിം ഒരു രീതിയിലുള്ള മാറ്റം ഇല്ലാത്ത ഒന്നാണ്. പ്രിലിംസിന് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ അത് എടുത്തു വെച്ചിരിക്കുന്നത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രിലിംസും ഒക്കെ പാസ്സാവുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്കത് കളക്ട് ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും. ഇതിലെല്ലാ സിലബസും എന്താണ് പ്രിലിംസിനുള്ളതാണ്. അത് നമ്മൾ പഠിക്കും. മെയിൻസിന്റെ രീതിയിൽ കുറച്ചുകൂടി ഡെപ്തിൽ പഠിച്ചു കഴിഞ്ഞാൽ പ്രിലിംസ് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം മെയിൻസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. മെയിൻസ് പ്രിലിംസ് ക്വാളിഫൈ ചെയ്താലേ മെയിൻസ് എഴുതാൻ പറ്റും. അതുകൊണ്ട് പ്രാധാന്യം മെയിൻസിന് കൊടുത്ത്, കാരണം മെയിൻസിലുള്ള എല്ലാ ഇതും ഈ പിന്നെ നമ്മുടെ ഈ ഒരു ഇതിലുണ്ട്, അതായത് പ്രിലിംസിനുണ്ട്. ഈ വന്നിരിക്കുന്ന എല്ലാം തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്, ഇവിടെ പ്രിലിംസിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രാധാന്യം കൂടുതൽ കൊടുക്കുക. കാരണം അത് വീണ്ടും മെയിൻസിൽ ആവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പഠിച്ചു പോവുക. ഓക്കെ, അങ്ങനെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് പ്രിലിംസും മെയിൻസും കവർ ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും എന്നുകൂടെ മനസ്സിലാക്കി വെച്ചുകൊണ്ടും പഠിച്ചു മുന്നോട്ട് പോകാം. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ പേപ്പർ. ഇത് നമ്മുടെ സാധാരണ പ്രിലിംസിന്റെ എക്സ്റ്റൻഡഡ് വേർഷൻ ആയിട്ടുള്ള ഒന്നാമത്തെ. അതായത് പ്രിലിംസ് അല്ലെങ്കിൽ മെയിൻസിന് പഠിച്ചാൽ പ്രിലിംസും കൂടി നമുക്ക് പാസ്സാവാൻ പറ്റും. രണ്ടാമത്തെ പേപ്പർ പക്ഷേ ഇങ്ങനെയല്ല എന്നുകൂടി മനസ്സിലാക്കാം. ഓക്കെ, ആ രണ്ടാമത്തെ പേപ്പറിന് നമുക്ക് കുറച്ച് പ്രാധാന്യത്തോടെ കാണണം, അതിന് സമയം കൊടുക്കണം. ഇതിന് സമയം കൊടുക്കണം, കാരണം പ്രിലിംസിനും മെയിൻസിനും ഉള്ള പേപ്പറാണ്. നല്ല രീതിയിൽ തന്നെ സമയം കൊടുക്കണം. മറ്റേതിനും പക്ഷെ കൊടുക്കണം. 100 മാർക്കിന്റെ ടോപ്പിക്കാണ് അവിടെയും കിടക്കുന്നത്. അതും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നമ്മൾ പഠിച്ചതാണ്. പക്ഷെ കുറച്ചുകൂടി ഡെപ്തിലേക്ക് പോയി പഠിക്കണം എന്നേ ഉള്ളൂ. അടുത്ത ഒരു വീഡിയോ സെക്ഷനിൽ നമ്മൾ പേപ്പർ 2 ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ പേപ്പർ 1 ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പ്രാധാന്യം കൂടിയ ഏരിയകൾക്ക് ആദ്യം തന്നെ പ്രാധാന്യം കൊടുത്ത് പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇതുവരെ നടന്ന പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യും. ആ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ഇത് പോയി അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓരോ ദിവസവും ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഒന്ന് അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോവുക. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ കമന്റോ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്താം. അപ്പോൾ സുഹൃത്തുക്കളൊക്കെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകൾ ഉണ്ടാവും നിങ്ങളുടെ കൂടെ, അവർക്ക് വീഡിയോസ് ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ കട്ടൊക്കെ കൂടെ നിൽക്കുക. ഓക്കെ, കാണാടാ.